നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോൻ്റെ സ്കൂളിൽ കലോത്സവമാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. എവിടെ പോണ രണ്ടര കൂടെ ഇന്ന് സ്കൂളിൽ എന്തിനാണ് പരിപാടി? കലോത്സവം. നീ എന്ത് ചെയ്യണേ? വേറെ എന്തൊക്കെ ഉണ്ട്? പോവാം. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു. പോകുന്ന വഴി റോഡ് മോശമായതുകൊണ്ട് അവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി നടത്തിച്ചു. ഇതാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ. വളരെ പരിതാപകരമാണ്. അവർ വീണ്ടും വണ്ടിയിലോട്ട് കയറി. അങ്ങനെ ഞങ്ങൾ കള്ളിക്കാട് സെൻ്റ് അന്നാസാണ് സ്കൂള്. അപ്പം ഞങ്ങളൊരു കനാലിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് അഭിഷേകിൻ്റെ, അതായത് ലല്ലുവിൻ്റെ കൂട്ടുകാരൻ അനുരാജ് ചോദിക്കുന്നു, ഇത് ഏത് വഴിയാണ് പോകുന്നത്, ഏത് സ്കൂളിലാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ എൻട്രൻസ് എത്തി. അപ്പോഴാണ് അവന് ഒരാശ്വാസമായത്. അങ്ങനെ നേരെ സ്കൂളിലേക്ക് കയറി. കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചല്ല, എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് വന്നു. പല ഫാൻസി ഡ്രസ്സിനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എല്ലാവരും വന്നു. അങ്ങനെ അകത്ത് ഒരു അടിപൊളി തന്നെയായിരുന്നു. കുട്ടികളെല്ലാം കൂടെ കരച്ചിലും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ട കുറച്ച് സമയത്തിന് ശേഷം സാറ് ഫ്രണ്ടിൽ വന്ന കുട്ടികളെ കയറ്റി. അപ്പോഴത്തേക്കും പ്രസിഡൻ്റ് എത്തി. പിന്നെ ടീച്ചേഴ്സുമാരുടെ ഒരു ചെറിയ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇനി നമുക്ക് പരിപാടിയിലേക്ക് പോകാം. ഇരുപത്തിയഞ്ച് 26 അധ്യയന വർഷത്തിലെ നമ്മുടെ സ്കൂളിൻ്റെ കേരള സ്കൂൾ കലോത്സവത്തിന് നമ്മുടെ വിദ്യാലയത്തിൽ ഇന്ന് നടത്തപ്പെടുകയാണ്. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ കുഞ്ഞു വിദ്യാർത്ഥികളായ നമ്മൾ സ്റ്റേജിലേക്ക് കയറുവാനും പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും കിട്ടുന്ന അവസരങ്ങളാണിത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ പരിപാടികളാണ് മത്സരത്തിനായി അവതരിപ്പിക്കേണ്ടത്, അതിന് വളരെ കാലക്കൂട്ടി തന്നെ രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും അറിയിക്കുകയുണ്ടായി. ഉഷാറിലാണ് എല്ലാവരും ഒക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കൊണ്ട് കലോത്സവത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുക. പരിപാടി അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടകൻ അമിതമായ പ്രസംഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പണപ്പെടുന്ന ദേഷ്യം വരും. അതുകൊണ്ട് പുസ്തകമൊന്നും വലിയ കൂടുതലായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് നമ്മുടെ കൊച്ചുകുട്ടികളെ ആലോചനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല.
അഭിഷേക് ആടാ അത് ഏ അഭിഷേകേ താമി ദോശ വാങ്ങി കഴി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ ബട്ടൺ ചെയ്യാൻ മറക്കരുതേ.